നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സിഐ വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പം അനി പറഞ്ഞു, ഓ എത്ര നല്ല മനുഷ്യന്, അയാളെക്കുറിച്ച് അങ്ങനെ പറയുമെന്ന് വിചാരിച്ചാന്ന് തോന്നുന്നത് അയാൾ ഇമ്മാതിരി ഡയലോഗൊക്കെ വന്ന് പറഞ്ഞിട്ട് പോയത്. അല്ല, ഇതൊന്നും കേട്ടിട്ട് നിനക്കൊന്നും തോന്നില്ല നന്ദു? ബെസ്റ്റ്. എനിക്ക് എന്ത് തോന്നാനാ? നിന്റെ ചെപ്പക്കുറ്റി തൂക്കി ഒരെണ്ണം തരാനാ എനിക്ക് തോന്നുന്നത്. എന്തിന്? അല്ല, നീ എന്തൊക്കെയാടാ കാണിച്ചു കൂട്ടുന്നേ നന്ദു? നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. നമ്മൾ രണ്ടും ഒന്നായപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അതിന് നമ്മൾ രണ്ടുപേരും ഒന്നാവണ്ടേ? അതിനൊന്നാവും, എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. രണ്ട് വീട്ടുകാരും തമ്മിൽ സമ്മതിച്ചാൽ പിന്നെ എന്താ ബുദ്ധിമുട്ടിരിക്കണേ? ഒരു കുഴപ്പമില്ല. ആ CI എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം. അല്ല, അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിനക്ക് അയാളുടെ വല്ല സൈഡ് വലുവും തോന്നുന്നുണ്ടോ? ദേ ഉറങ്ങിട്ട് തന്നാണ്ടല്ലോ. നീ എന്താ നീ ഇങ്ങനെയൊക്കെ പറയണേ? നിനക്ക് എന്നെ അറിയത്തില്ലേ? എനിക്കറിയാം. അല്ല, അയാൾ വലിയ നല്ലവനാകാനായിട്ട് നിന്റെ മുന്നിൽ ശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. എൻ്റെ പൊന്നെ, അങ്ങനൊന്നുമില്ല. നീ ഒന്ന് മിണ്ടാതിരുന്നാൽ മാത്രം മതി. എനിക്ക് നിന്നെ ഓർത്തിട്ട് നല്ല ടെൻഷനാ. എന്തായി തീരുമെന്നോർത്ത്. നിനക്കാണെങ്കിലോ ഒരു ടെൻഷനും ഇല്ല. അതെ, എനിക്കെങ്ങനെയാ? നീ എൻ്റെ അടുത്തുണ്ടല്ലോ, പിന്നെ ഞാനിതിന് ടെൻഷൻ അടിക്കണം നന്ദു. അതും പറഞ്ഞ് അനി കൂളായിട്ട് ലോക്കപ്പിൽ ഇരിക്കുന്നേ. അതേസമയം CI സച്ചിദാനന്ദൻ ഭയങ്കര സന്തോഷത്തിൻ്റെ ക്യാബിലിരിക്കുക. സക്രിയ വന്നിട്ട് പറഞ്ഞു, സാറ് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എങ്ങനെ സന്തോഷിക്കാതിരിക്കൂടോ? അവനെ ഞാൻ നെട്ടോട്ട് ഓടിച്ചോണ്ടിരിക്കുമല്ലേ? സാറേ, അതൊക്കെ സാറിൻ്റെ വെറും തോന്നൽ മാത്രമാണ്. അതോടെ അങ്ങനെ പറഞ്ഞേ? അവന് യാതൊരു കുലുക്കവും ഇല്ല സാറേ. അവനിതൊന്നും പുത്തിരിയായിട്ടുള്ള കാര്യമല്ല. അവന് ഭയങ്കര സന്തോഷമാണ്. കാരണം നന്ദുമാടെ അരിയിലുണ്ടല്ലോ. ഇതത്ര ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താടോ അങ്ങനെ പറഞ്ഞത്? സാറൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനു മുമ്പ് അവൻ ഇവിടെ കയറി ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാണെന്നറിയാവോ? നന്ദുമാടത്തിനെ കാണാനായിട്ട്. വലിയ വീട്ടിലെ ചക്കര. എന്നിട്ട് പോലും അവന് യാതൊരു കുലുക്കവും ഇല്ല ലോക്കപ്പിൽ കിടന്നിട്ട്. അതിനർത്ഥം എന്താ? ഇതിനു മുമ്പ് ഇതുപോലെ വന്നു കഴിയുമ്പോൾ അവനോട് പോകാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞെന്താണെന്നറിയാവോ? അതെ, നന്ദു എന്നെ അടിച്ചോ, എന്നെ ലോക്കപ്പിലിട്ടോ, എന്നാലും എനിക്ക് കുഴപ്പമില്ല, ഞാനിവിടെ കിടന്നോളാന്ന്. അപ്പോൾ അത്ര സമയം കൂടെ നന്ദു മാഡത്തിനെ കാണാമല്ലോ എന്നോർത്ത സന്തോഷത്തോടെ അവൻ പറഞ്ഞതാ. അതുകൊണ്ട് ഇപ്പം രണ്ടുപേരെയും കൂടെ മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നില്ലേ? അവന് സന്തോഷമുള്ള കാര്യമാണ്. നന്ദു മാഡത്തിനോടൊപ്പം അത്രയും ദൂരം പോയിട്ട് വരാമല്ലോ. ഇതൊന്നും മനസ്സിലാകാതിരിക്കുന്ന ആൾ സാറാ. അത് കേട്ടപ്പം CI സത്യമാണോ പറയണേ? ഞാൻ എന്തിനാ സാറേ കള്ളത്തരം പറയണേ? ഉള്ള കാര്യം പറയണേ. അല്ലെങ്കിൽ സാറൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അവൻ ലോക്കപ്പിൽ കിടന്നാലും കുഴപ്പമില്ല, എവിടെ കിടന്നാലും കുഴപ്പമില്ല. പക്ഷെ നന്ദുമാട അരികിലുണ്ടായാൽ മാത്രം മതി. അത് മനസ്സിലാകാതിരിക്കുന്ന സാറാ. ഇത് അപകടത്തിലേ ചെന്ന് കലാശിക്കുള്ളൂ. ഞാൻ പറഞ്ഞില്ല, കേട്ടില്ല എന്നൊന്നും വേണ്ട. അത് കേട്ടപ്പോൾ CIക്ക് ഭയങ്കര ടെൻഷൻ. CI പറഞ്ഞു, എന്നാൽ ശരി, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം എന്താ ഏതാന്നൊക്കെ. CIക്ക് സമാധാനക്കേട്. അങ്ങനെ CI അങ്ങോട്ടേക്ക് പോവുകയാണ്. അതേസമയം പിന്നീട് നന്ദു അനിയൻ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് വരുവാണ്. അങ്ങനെ വരണ സമയത്ത് നന്ദു അനിയോട് പറഞ്ഞു, എടാ, എനിക്ക് നിന്നെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്നതിൽ നല്ല വിഷമമുണ്ട്. എന്തിനാ വിഷമിക്കണേ? അല്ലടാ, എത്രയാന്ന് പറഞ്ഞാലും നീ അന്തപുരിയിലെ കൊച്ചുമോനല്ലേ, പോരാത്തതിന് നിനക്കറിയാലോ. എൻ്റെ നന്ദു, അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. നീ എന്തിനാ സങ്കടപ്പെടുന്നേ? എനിക്ക് സന്തോഷമുള്ളൂ. നിന്നോടൊപ്പം ഇത്ര ദൂരം പോകാൻ പറ്റുമല്ലോ, നിൻ്റെ അടുത്തിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുമല്ലോ. എടാ, നിനക്ക് വല്ല ബോധമുണ്ടോ? മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം നിന്നെ റിമൈൻഡ് ചെയ്യും. അതിൻ്റെ പേര് ചിലപ്പോൾ നിനക്ക് ജയിലിൽ കിടക്കേണ്ടി വരും. അതൊന്നും കുഴപ്പമില്ല നന്ദു. ജയിലിൽ കിടക്കേണ്ട വന്നാലുവേ അതൊക്കെ നിനക്ക് വേണ്ടിയിട്ടല്ലേ, എനിക്ക് വേണ്ടിയിട്ടോ? എടാ, നീ അനാമിയെ തല്ലിയതിൻ്റെ പേരില്ല, നിൻ്റെ ഭാര്യയെ തല്ലിയതിൻ്റെ പേരില്ല നീ അകത്ത് കിടക്കുന്നത്, അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടല്ല. അതൊക്കെ ശരിയാ നന്ദു. അവൾ എൻ്റെ ഭാര്യ. ആ ഭാര്യ എന്ന പേര് മാത്രമേ ഉള്ളൂ, ആ രൂപം മാത്രമേ ഉള്ളൂ. അവളെപ്പോലെ ദുഷ്ട ഞാൻ കണ്ടിട്ടില്ല. അധികം വൈകാതെ ഞങ്ങൾ രണ്ടും തമ്മിൽ ഡിവോഴ്സാവും. പിന്നെ എന്താ കുഴപ്പം? എനിക്ക് എൻ്റെ ഇഷ്ടം, നല്ലൊരു ജീവിതം ഞാൻ കാണുന്നുണ്ട്. അത് കേട്ടപ്പോൾ നന്ദു അനിയൻ നോക്കി. ഇനി ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. എന്നാ ബാ നടക്ക്. അതും പറഞ്ഞ് അനിയൻ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് നടക്കുക. അപ്പോഴേക്കും CI പുറയുന്ന ഓടി വന്നു നന്ദുവിനെ വിളിച്ചു. നന്ദു അവിടെ നിൽക്കുക. എന്താ സാർ, എന്താ കാര്യം? അതെ, ഞാനും നിങ്ങളോടൊപ്പം വരുന്നുണ്ട്. എന്തിനാ സാർ? ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് സാറ് മെനക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ പോയിട്ട് വന്നോളാം. എന്തോ എനിക്ക് നിങ്ങളോടൊപ്പം വരാൻ തോന്നുന്നു. അപ്പോഴേക്കും നന്ദു അനിയെ നോക്കി. അവർക്ക് മനസ്സിലായി CIയുടെ ബുദ്ധിമുട്ട് എന്താന്ന്. നന്ദുവിന് കൂടുതലൊന്നും പറഞ്ഞില്ല. ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ CI പറഞ്ഞു, ഞാനും വരട്ടെ. എന്നാൽ പിന്നെ സാറും പോരെ. അതും പറഞ്ഞിട്ട് നന്ദു ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ നന്ദു അനിയും പുറകെ കയറി, CI ഫ്രണ്ടിലും കയറി. CIക്കൊരു സമാധാനമായി, താൻ കൂടെ ഉണ്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു. ആ സമയം അനിയൻ നന്ദുവിനെ ഒന്ന് നോക്കി. അവർ തമ്മിൽ കണ്ണും നോക്കുകയാണ്. നന്ദു മനസ്സിൽ വിചാരിച്ചു, പാവം തന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എത്രമാത്രം റിസ്ക് എടുത്ത് വരുന്ന. ഇപ്പം കണ്ടില്ലേ, ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് പോലും ആൾ കൂളായിട്ടായിരിക്കുന്നേ. അനി ഇങ്ങനെ നോക്കി. അതേസമയം ഫ്രണ്ടിലിരുന്ന CIക്ക് സഹിച്ചില്ല. ഇവർ രണ്ടുപേരും അങ്ങോട്ടും കണ്ണും നോക്കി കളിക്കുക. എന്താ ചെയ്യണ്ടേ? എന്തെങ്കിലും ചെയ്താൽ മതിയാവുള്ളൂ. പെട്ടെന്ന് CIയുടെ മനസ്സിലൊരു ഐഡിയ.
സി എ പറഞ്ഞു, നന്ദു ഞാൻ വേണേ പുറയിലിരുന്നോളാം. അതെന്താ സാർ? അയ്യോ അതൊന്നും വേണ്ട. അതല്ല നന്ദു, ഞാൻ പുറയിലിരുന്നോളാം. നന്ദു മുന്നിൽ വന്നിരുന്നു. അത് ശരിയാവില്ല സാർ. ഞാൻ മുന്നിലിരുന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ട്, സീനിയർ ഓഫീസേഴ്സ് കണ്ട അത് ശരിയാവത്തില്ല. കാരണം പ്രോട്ടോക്കോൾ അനുസരിച്ച് സാറല്ലേ മുന്നിലിരിക്കണ്ടേ. അപ്പോൾ പിന്നെ ഞാൻ ഇരുന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നേ? അതൊന്നും കുഴപ്പമില്ല നന്ദു, ആര് കാണാനാ? ഇപ്പോൾ പോകുന്ന വഴിക്ക് ആരും കാണാനൊന്നും പോകുന്നില്ലോ. എന്നാലും അത് ശരിയല്ല. എനിക്ക് ശരിക്കും ചിരി വരുന്നുണ്ട്. കാരണം ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് എന്ത് ചെയ്യാനാ. ഇയാളാണെങ്കിൽ മാക്സിമം കിടന്ന് പെടാപ്പാട് വിടുന്നുണ്ട്. നന്ദുവിൻ്റെ ഒന്ന് ഫ്രണ്ടിലെത്തി, അല്ലെങ്കിൽ താനും നന്ദുവും തമ്മിൽ ഒന്ന് ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതും ഏശില്ലെന്ന് കണ്ടപ്പോൾ സി ഐക്ക് ഭയങ്കര ടെൻഷൻ. സി ഐ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു, ഇനിയിപ്പോൾ അടുത്തത് എന്താ ചെയ്യണ്ടേ? എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ പണി പാളും. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണെറിഞ്ഞ് കളിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കൂടുതൽ അടുക്കാനുള്ള അവസരമാണ്. അങ്ങനെ ആലോചിച്ചിട്ട് സി ഐ പറഞ്ഞു, അല്ല നന്ദു, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? അല്ല, നമ്മളിപ്പം മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്, അത് ചിലപ്പോൾ പ്രശ്നമോ? അതെന്താ സാർ, എന്താ കാര്യം? അല്ല, നമ്മളങ്ങനെ ചെന്ന് കഴിയുമ്പം ചിലപ്പം എനിക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിലേ അനിയെ റിമാൻഡ് ചെയ്യും. റിമാൻഡ് ചെയ്യുന്നു? അതെ, മജിസ്ട്രേറ്റ് ചിലപ്പോൾ റിമാൻഡ് ചെയ്താൽ അനി ജയിലിലേക്ക് പോകേണ്ടി വരും. അതിനേക്കാളും ഭേദം അനിയെ കോടതിയെ ഹാജരാക്കുന്നല്ലേ. അങ്ങനെ ഹാജരാക്കുന്ന സമയത്ത് അവിടെ വക്കീൽ കാണുമല്ലോ. വക്കീൽ വാദിച്ച് അനിയെ പുറത്തിറക്കിക്കോളും. അതല്ലേ ശരിയായിട്ടുള്ള കാര്യം. അയ്യോ സാർ, അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? എനിക്ക് ജാമ്യം കിട്ടാതിരിക്കുമോ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഹാജരാക്കിയാൽ? അതൊന്നും പറയാൻ പറ്റില്ല നന്ദു, ചിലപ്പോൾ അതൊക്കെ സംഭവിക്കും. ഞാൻ നോക്കിയിട്ട് കൊണ്ടുപോകാതിരിക്കുന്ന നല്ലത്. അപ്പോഴേക്കും നന്ദു ആലോചിച്ച്, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടേ? അനിയെ ജയിലിലേക്ക് വിട്ടാൽ തനിക്കത് സഹിക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വണ്ടി തിരികെ വിട്ടാലോ? അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരിക്കുന്നത് കണ്ടിട്ടുള്ള അസൂയാണ് സി ഐക്ക് ഉണ്ടായിരുന്നത്. എങ്ങനെയും എത്രയും പെട്ടെന്ന് അവനെ കൊണ്ട് ലോക്കപ്പിൽ അടച്ചാൽ മതി, ആ ഒരു ചിന്ത മനസ്സിൽ. ഒടുവിൽ നന്ദു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സാറേ അങ്ങനെ തന്നെ നടക്കട്ടെ. സി ഐ ഡ്രൈവറോട് പറഞ്ഞു, വണ്ടി തിരികെ വിടാൻ പറയാം. സി ഐക്ക് ഭയങ്കര സന്തോഷവും സമാധാനം. വണ്ടി തിരിച്ചു വിട്ട സമയത്ത് സി ഐ പറഞ്ഞു, നാളെയാണെ കുഴപ്പമില്ല, നാളെ കോടതി ഹാജരാക്കി കഴിയുമ്പം ഉറപ്പായിട്ടും എനിക്ക് ജാമ്യം കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ കോടതി ഹാജരാക്കുന്നതിന് മുമ്പ് അനിയുടെ മുത്തശ്ശൻ വരുവാണെങ്കിൽ അയാൾ എന്തെങ്കിലും നീക്കുപോക്കൊക്കെ നടത്തുമായിരിക്കും. അപ്പോഴേക്കും അനി പറഞ്ഞു, എനിക്കല്ലേലും കുഴപ്പമൊന്നുമില്ല. അല്ല അനി, ഒരു കാര്യം ചെയ്യുക, അനാമികയായിട്ട് എന്തെങ്കിലും ഒരു കോംപ്രമൈസിന് ശ്രമിച്ചുകൂടെ? അനാമിക ഭാര്യയല്ലേ സാറേ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. അവളെ പോലൊരു ഭാര്യേനെ എനിക്ക് ജീവിതത്തിൽ ആവശ്യമില്ല. അവളുമായിട്ടൊരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. അനി, ഇത് ചോരത്തിളപ്പി പറയുന്ന, പക്ഷെ നാളെ ജയിലിൽ പോയിട്ടുണ്ടെങ്കിലോ? അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല സാറേ. അപ്പോഴേക്കും നന്ദുവിനോട് സി ഐ പറഞ്ഞു, അതെ അനി ഇപ്പോഴത്തെ ഇത് ഓർത്ത് പറയുന്ന, പക്ഷേങ്കിൽ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അനി ജയിലിൽ കിടക്കും. പിന്നെ അനാമികയും അവളുടെ വീട്ടുകാരും അത്ര സ്ട്രോങ് ആയിട്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ഏതോ വക്കീലിനെ കണ്ട, അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും എനിക്ക് ഊരിപ്പോരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞു. നന്ദു പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും സാറേ? എന്ത് ചെയ്യാനായിട്ടാ? ഒരുപക്ഷെ അമ്മൂർത്തി മുത്തശ്ശൻ എന്തെങ്കിലും ചെയ്യുവാണെങ്കിലോ കാര്യമുള്ളൂ. കാരണം സി ഐ ഇങ്ങനെയൊക്കെ പറയുന്നത്, എത്രയും പെട്ടെന്ന് സി ഐക്ക് ഒന്ന് തിരികെ ചെന്നാൽ മാത്രം മതി. ഇപ്പോൾ അവരെ ഒന്ന് മനസ്സിലൊന്ന് അവർക്കൊരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സി ഐ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അതെല്ലാം കേട്ട് ഇപ്പോൾ നന്ദുവിന് ഭയങ്കര ടെൻഷനായി. പക്ഷെ അനി ഭയങ്കര കൂളായിട്ട് നന്ദുവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. സി ഐ മനസ്സിൽ പറഞ്ഞു, ദൈവമേ എത്തുന്നുമില്ലല്ലോ, തിരികെ സ്റ്റേഷനിലേക്ക് ഒന്ന് എത്തിയാൽ മതിയായിരുന്നു, ഇവർ തമ്മിലുള്ള നോട്ടമെങ്കിലും കുറയ്ക്കായിരുന്നു എന്നൊരു ചിന്ത സി ഐയുടെ മനസ്സിലുണ്ടായി. സി ഐക്ക് ദേഷ്യം വന്ന ഒടുവിൽ സി ഐ ഡ്രൈവറോട് പറഞ്ഞു, ഒന്ന് വേഗത്തിൽ വിടറോ, താനിത് എന്ത് നോക്കി ഓടിക്കുന്നേ? ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേന് ഇരുട്ടൂലോ, തനിക്കെന്താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ്. ഡ്രൈവറൊന്ന് നോക്കി, ഡ്രൈവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഡ്രൈവർ മാക്സിമം സ്പീഡിലാണ് വിടുന്നത്. പക്ഷേ സി ഐക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. എനിക്ക് നന്ദുവിന് കാര്യം എന്താണെന്ന് മനസ്സിലായി, അയാളുടെ സൂക്കേട് എന്താണെന്ന് മനസ്സിലായി. അതോർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നു. അനിയൊരു ചെറു ചിരിയോടുകൂടി നന്ദുവിനെ നോക്കുക. അങ്ങനെ പോകുന്ന സമയത്ത് സി ഐ നന്ദുവിനോടും അനിയോടുമായിട്ട് പറഞ്ഞു, അല്ല ഒരേ കരിക്ക് കുടിച്ചിട്ട് പോയാലോ? അപ്പോഴേക്കും നന്ദു ചോദിച്ചു, അതെന്താ സാർ കരിക്ക് കുടിക്കാനായിട്ട്? അല്ല ഒരേ കരിക്ക് കുടിച്ചിട്ട് പോകുന്നത് നല്ലത്, അല്ലെങ്കിൽ പിന്നെ അനന്തപുരിയിലെ പയ്യനെ നമ്മളൊരു വെള്ളം പോലും വാങ്ങിച്ചു കൊടുക്കാതെ കൊണ്ടുവന്ന് പറയില്ലേ? അപ്പോൾ അനി പറഞ്ഞു, അതിൻ്റെ കാര്യമൊന്നുമില്ല സാർ, അതിൻ്റെ ആവശ്യമില്ല. അയ്യോ അങ്ങനെ പറയരുത് അനി, നമുക്ക് ഒരേ കരിക്ക് കുടിച്ചിട്ട് പോയാൽ മതി. അയാൾക്ക് ഭയങ്കര നിർബന്ധം, അയാളുടെ മനസ്സിൽ വേറെ ലക്ഷ്യമായിരുന്നു. അങ്ങനെ ഒടുവിൽ ഒരിക്കൽ കരിക്കടയുടെ മുന്നിൽ കൊണ്ട് വണ്ടി നിർത്തി. അങ്ങനെ അനിയും നന്ദു അവരെല്ലാവരും കൂടെ ഇറങ്ങി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് സി ഐ പോയി കരിക്കൊക്കെ പറഞ്ഞിട്ട് വന്നു. കരിക്ക് പറഞ്ഞിട്ട് വരണ സമയത്ത് സി ഐ നോക്കിയപ്പം അനിയും നന്ദുവും തമ്മിൽ കണ്ണും നോക്കി നിൽക്കുക. എൻ്റെ ദൈവമേ, വണ്ടിക്കകത്ത് തന്നെ ഇതായിരുന്നു. വണ്ടിക്ക് പുറത്തിറങ്ങിയിട്ട് ഇവിടെ നോട്ടം നിർത്താറായില്ലേ? ചണ്ടിനെ ശരിയാക്കുന്നുണ്ട്. ഭ്രാന്തായിപ്പോയി സി ഐക്ക്. സി ഐ ഒന്നും അറിയത്തില്ലാത്ത മട്ടി വന്നിട്ട് പറഞ്ഞു, അനി പിന്നെ ഒരു കാര്യമുണ്ട്, നാളെ കോടതി ഹാജരാക്കണ സമയത്തെ അവിടെ ഒരു കാരണവശാലും പറയരുത് അനാമയുടെ കവളത്ത് തല്ലിയത് അനിയാന്ന്.
അതെങ്ങനെയാ സാർ? അല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനി അകത്തേക്ക് പോകും. കാരണം അനന്തപുരിക്കാർ ഭയങ്കര ആദർശവാന്മാരാന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ പിന്നെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോഴേക്കും അനി പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യമല്ല സാർ, അത് പിന്നെ എങ്ങനെ ഇല്ലയെന്ന് പറയണേ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പിന്നെ അനി അകത്തായിരിക്കും. അനാമിയുടെ വീട്ടുകാരുമായിട്ടൊരു കോംപ്രമൈസിന് ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. അല്ലേ പിന്നൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. അതിന് അനി മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും സി ഐ പിന്നീട് കൊണ്ടുവന്ന് കരിക്ക് കൊടുത്തു. കരിക്ക് കുടിച്ചോണ്ട് നന്ദു അനിയും പരസ്പരം നോക്കുമ്പോൾ സി ഐക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അല്ല അനി, കരിക്ക് എങ്ങനെയുണ്ട്? നല്ലതാണോ? ആ, അത് പിന്നെ നല്ലതാണ് സാറേ. ഇരിക്കുമോ? കാരണം സാറുമാർ വന്നു കഴിയുമ്പം അയാൾക്ക് പേട്ടക്കരിക്കൊന്നും തരാൻ പറ്റില്ലല്ലോ. നല്ല കരിക്കല്ലേ തരാൻ പറ്റുള്ളൂ. പോരാത്തിന് നന്ദു എൻ്റെ കൂടെ ഉണ്ടല്ലോ. സി ഐ പറഞ്ഞു, അനി പറയുന്നോണ്ടൊന്നും തോന്നരുത്. ഈ നന്ദു എന്നുള്ള വിളി നിർത്തണം. നന്ദു ഇപ്പം SI ആണ്, അറിയാലോ. അയ്യോ സാർ, അത് വിളിച്ച് ശീലിച്ചുകൊണ്ട് അങ്ങനെ നന്ദു എന്ന് വായി വരുന്നേ. അത് സാറിനൊന്നും തോന്നരുത്. സി ഐക്ക് എന്ത് മറുപടി പറയണം നടത്തില്ല. പിന്നെ കരിക്ക് കുടിച്ചു കഴിഞ്ഞപ്പം സി ഐ പറഞ്ഞു, അന്നെങ്കിൽ ശരി, നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി വണ്ടിയിൽ ഇരുന്നോളാൻ പറയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സി ഐക്ക് അബദ്ധം മനസ്സിലായി. സി ഐ പെട്ടെന്ന് പറഞ്ഞു, അതെ അനി മാത്രം പോയിക്കോ, നന്ദു 1 മിനിറ്റ് ഇവിടെ നിൽക്കാൻ പറയാം. അനി വണ്ടിയിലേക്ക് കയറാനായിട്ട് അങ്ങോട്ട് പോയി. അപ്പം അനി പോയി കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിനോട് സി ഐ പറഞ്ഞു, നന്ദു കാണിക്കുന്നത് ശരിയാണോ? എന്ത്? നന്ദു ഫ്രണ്ടിലിരുന്നാൽ മതി, ഞാൻ പുറയിലിരുന്നോളാം. എന്തിനാ സാർ അങ്ങനെ? അല്ല നന്ദു ഈ കുറച്ച് ദൂരം കൂടെ ഉണ്ടല്ലോ, നന്ദു ഫ്രണ്ടിലിരുന്നോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാറേ, ഞാൻ പുറയിലിരുന്നോ. പ്രോട്ടോക്കോൾ അനുസരിച്ച് ഞാൻ പുറയിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. അതും പറഞ്ഞ് നന്ദു അങ്ങോട്ടേക്ക് പോയി. സി ഐക്ക് നല്ല ദേഷ്യമായി. എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് അകറ്റാൻ ശ്രമിക്കുമ്പോൾ രണ്ടുപേരും കാന്ത ഒട്ടിപ്പിടിക്കുന്ന പോലെ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ ഓർത്തപ്പോൾ ഭയങ്കര ടെൻഷനായി സി ഐക്ക്. ഇവിടെ സി ഐ വന്ന് വണ്ടിയിലേക്ക് കയറി. ഡ്രൈവറോട് വണ്ടി എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആക്രോശിക്കുക. കാരണം സി ഐ നോക്കിക്കഴിഞ്ഞപ്പോൾ അനിയും നന്ദും വണ്ടിയിൽ കയറിയിട്ട് കണ്ണി നോക്കി നിൽക്കുക. സി ഐക്ക് സഹിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് നിന്നു. അനിയും നന്ദുവൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പം സി ഐ വന്നിട്ട് അനിയോട് പറഞ്ഞു, അനി ഇവിടെ നിൽക്കുക, നന്ദു മുമ്പേ അങ്ങ് പോയിക്കോ. നന്ദു പറഞ്ഞു, അല്ല സാറേ, ഞാനല്ലേ പ്രോട്ടോക്കോൾ അനുസരിച്ച് അനി അങ്ങോട്ട് കൊണ്ടുപോയി ലോക്കപ്പിലാക്കണ്ടേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇപ്പം നന്ദുവിൻ്റെ ജോലിയും കൂടെ ഞാൻ ചെയ്തോളാം. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. സാർ എൻ്റെ ജോലിയും കൂടി ചെയ്യുന്നുണ്ട്. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലാകത്തെ. സാറേ, ഞാൻ കൊണ്ടുപോയിക്കോളാം അനിയെ. വേണ്ട, നന്ദു അങ്ങോട്ടേക്ക് പോയിക്കോ, ഞാൻ അനിയെ കൊണ്ട് പിന്നാലെ വന്നോളാം. കാരണം അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചിന് സ്റ്റേഷനകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാനുള്ള സമയം കിട്ടുമല്ലോ എന്നൊരു ചിന്തയായിരുന്നു സിയയുടെ മനസ്സിൽ. അത് നന്ദുവിനെ എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. പിന്നെ നന്ദു കൂടുതലൊന്നും പറയാൻ പോയില്ല. നന്ദു അങ്ങോട്ട് നടന്ന് നീങ്ങി. സി ഐ അനിയെ വിളിച്ചോണ്ട് ലോക്കപ്പിനെ അങ്ങോട്ടേക്ക് ചെന്നു. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അനിയോട് പറഞ്ഞു, അല്ല എനിക്കെന്താ വൈകുന്നേരം ഫുഡ് കഴിക്കാൻ വേണ്ട? എനിക്ക് അങ്ങനെയൊന്നും ഇല്ല സാറേ, അങ്ങനെ പ്രത്യേകിച്ച് ഫുഡൊന്നും വേണമെന്ന് ഒരു നിർബന്ധമില്ല. എന്നാലും അത് ശരിയല്ലല്ലോ. അനന്തപുരിയിലെ പയ്യനെ കൊണ്ടുവന്നിട്ട് പട്ടിണി കിട്ടുന്ന നാളെ പറയരുത്. അതുകൊണ്ട് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടക്കേടൊന്നും ഇല്ല. എന്നാൽ ശരി, അകത്തേക്ക് കയറിക്കോ. അതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ സി ഐ പറഞ്ഞു, ഇതിപ്പോൾ അനിയുടെ മൂർത്തി മുത്തശ്ശൻ അറിഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ കാഴ്ച കണ്ട ഭയങ്കര ടെൻഷനായിരിക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല സാറേ, എനിക്കറിയാം. മൂർത്തി സാറിന് സഹിക്കാൻ പറ്റില്ല. കൊച്ചുമോൻ അകത്ത് കിടക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ അവസ്ഥകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ കാര്യങ്ങൾ. അങ്ങനെ അങ്ങോട്ട് അനിയെ പറഞ്ഞു വിട്ടിഞ്ഞപ്പോൾ അനി ഇങ്ങനെ ആലോചിച്ചു. അനി പിന്നീട് സി ഐയോട് ചോദിച്ചു, അല്ല സാറേ, വൈകുന്നേരം SI മാഡം ആയിരിക്കുമോ ഡ്യൂട്ടി? എടാ, അപ്പം നിനക്ക് 24 മണിക്കൂർ അവളെ കണ്ടുകൊണ്ടിരിക്കണമല്ലോ അരികിൽ. കാണിച്ചു തരാടാ, നിനക്കിട്ടുള്ള പണി ഞാൻ തരാം. അപ്പോഴേക്ക് സി ഐ ചാടി പറഞ്ഞു, ഞാനങ്ങനെ പെൺകുട്ടികളെ അത്രയും കഷ്ടപ്പെടുത്തുന്നവനല്ല. അതുകൊണ്ട് 24 മണിക്കൂറും ഡ്യൂട്ടി ഇടാറില്ല. ഇനിയിപ്പം നന്ദു പോട്ടെ, അനിക്കിനി സംസാരിച്ചിരിക്കാനാണെങ്കിലേ അനി ഒരു കാര്യം ചെയ്യാം, ഞാനുണ്ട്. അല്ലെങ്കിൽ SI സക്കറിയെ കാണും. അനിക്ക് സംസാരിക്കണേ ഞങ്ങളോട് സംസാരിക്കാം. ഞാൻ വന്നിരിക്കാം അനിയുടെ ഒപ്പം സംസാരിക്കാൻ. നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാം. അല്ല, അനി എപ്പോഴാണ് രാത്രി കിടന്ന് ഉറങ്ങണേ? അതൊന്നും പറയാൻ പറ്റില്ല സാറേ, ഉറക്കം വരണ സമയത്ത് ഉറങ്ങും. അല്ല, എന്നാലും ഒരു 10 മണി വരെയൊക്കെ ഞാനിവിടെ വന്നിരിക്കാന്നേ, നമുക്ക് സംസാരിച്ചിരുന്നാൽ പോരെ? അതും പറഞ്ഞിട്ട് സി ഐയും കൂടെ തിരിഞ്ഞു. സി ഐയുടെ മുഖത്തൊരു ക്രൂരഭാവമായിരുന്നു. എനിക്ക് ചുണ്ടിലൊരു ചെറിയ പുഞ്ചിരി വന്നു. ഇയാൾ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ തനിക്ക് മനസ്സിലാവുന്നില്ലെന്ന ഇയാളുടെ വിചാരം എന്ന ചിന്തയായിരുന്നു അനിയുടെ മനസ്സിൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.